മുസ്ലിം എന്ന് പറയാൻ തന്നെ മുസ്ലിമീങ്ങൾ നാണിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബദഅ അൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ. മുസ്ലിമാണെന്ന് പറയാൻ നമുക്കൊരു നാണം തോന്നുന്ന അവസ്ഥയിലേക്ക് മൊത്തത്തിൽ ലോക മീഡിയകൾ ഒന്നിച്ച് ഇസ്ലാമിനെ ആക്രമിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നാമധാരികളായ പേരുള്ള ആളുകൾ തന്നെ ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക വഴി വലിയ നിഷ്പക്ഷരായ വലിയൊരു ജനവിഭാഗത്തിന് ഇസ്ലാം അന്യമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഇസ്ലാം അഭയമാണ് എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ഈ സമയത്ത് ചർച്ച ചെയ്യുന്നത്. ഉസ്ബെക്കിസ്ഥാനിന്റെ ഭാഗമായ സമർഖന്ദ്, മിഡിൽ ഏഷ്യയിൽ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ സമർഖന്ദ്, മഹാനായ ഇമാമുന ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയൊക്കെ ജീവിത ചരിത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന സമർഖന്ദ്. മുസ്ലിമീങ്ങൾ അവിടേക്ക് കയറി ചെല്ലുമ്പോ മഹാനായ ഖുതൈബത്ത് ഇബ്നു മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു അവിടേക്ക് കയറി വരുമ്പോ അതൊരു മുസ്ലിം രാജ്യമായിരുന്നില്ല, ബലിഷ്ഠമായ കോട്ടയായിരുന്നു. ആ കോട്ടക്കുള്ളിലേക്ക് എങ്ങനെയാണ് കടക്കുക എന്ന് മുസ്ലിം സൈന്യം ആലോചിക്കുന്നു. ഖുതൈബ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം ചൈനയിലേക്ക് കടന്നുപോയിട്ടുണ്ട്, വിവിധ കോണ്ടിനെന്റുകളിലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു ചെന്നിട്ടുണ്ട്. പക്ഷേ സമർഖന്ദിലെത്തിയപ്പോ എങ്ങനെ അതിനകത്ത് കടക്കാം? കാരണം അന്നൊക്കെ രാജ്യങ്ങൾ അതിന്റെ തലസ്ഥാന, അതിന്റെ കേന്ദ്രഭാഗങ്ങൾ കോട്ടകൾ കെട്ടി സംരക്ഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഖുതൈബ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള സൈന്യം തീരുമാനിച്ചു, നമുക്ക് കച്ചവടക്കാരായി അഭിനയിച്ച് അതിനകത്തേക്ക് കടക്കാം. അങ്ങനെ അവർ കോട്ടക്കുള്ളിലേക്ക് സാധനം വിൽക്കുന്ന കച്ചവടക്കാരായി കയറി ചെല്ലുന്നു. ഒരുപാട് കച്ചവടക്കാർ അകത്തെത്തിയപ്പോഴേക്കും കോട്ടയുടെ എല്ലാ കവാടങ്ങളും മുസ്ലിമീങ്ങൾ സൈന്യത്തിന് വേണ്ടി ഉള്ളിൽ കിടന്ന കച്ചവടക്കാർ തുറന്നുകൊടുത്തു. അപ്പോഴേക്കും സൈന്യം ഇരച്ചു കയറി ഒരു ദിവസത്തിനകം സമർഖന്ദ് ഇസ്ലാമിന്റെ അധികാരത്തിലേക്ക് കടന്നു വരികയാണ്. മുസ്ലിമീങ്ങൾ സമർഖന്ദ് കൈയടക്കുന്ന ഈ രംഗം, അവിടുത്തെ വലിയൊരു പാട്രിയാർക്കീസ്, ക്രിസ്ത്യാനികളുടെ വലിയൊരു നേതാവിനോട് ആളുകൾ ചെന്ന് പരാതി പറഞ്ഞു. അവര് പറഞ്ഞു, ഇതിലെന്തെങ്കിലും നമുക്കൊരു പരിഹാരം വേണം. കാരണം നമ്മുടെ നാട് ഒരു ദിവസം കൊണ്ട് ശത്രുക്കൾ കൈയടക്കിയിരിക്കുകയാണ്. അവിടുത്തെ ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞു, സഅതുലുബ് ബിമുഹാകമത്തി ഖായിദി ജയ്ഷിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സൈന്യാധിപനെ കോടതി കയറ്റാനുള്ള പണി എനിക്കറിയും. അവര് പറഞ്ഞു, നിങ്ങൾ അങ്ങനെയൊക്കെ ഒരു മുസ്ലിം സൈന്യത്തിന്റെ നേതാവിനെ നിങ്ങൾ കോടതി കയറ്റുക എന്നതൊക്കെ സാധ്യമാണോ? അവരല്ലേ വിജയിച്ചത്, അവരുടെ രാജ്യമായി കഴിഞ്ഞില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഫഹുവ റജുലുൻ അദ്ൽ. മുസ്ലിമീങ്ങളുടെ നേതാവ് ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഒരു നീതിമാനാണ്, അതുകൊണ്ട് നമുക്ക് നീതി ലഭിക്കും എന്നെനിക്ക് ഉറപ്പാണ്. അങ്ങനെ സമർഖന്ദിൽ നിന്ന്, റഷ്യയിൽ നിന്ന് ഷാമിലേക്ക്, സിറിയയിലേക്ക് ഒരു ദൂതനെ പറഞ്ഞുവിടുന്നു. ആ ദൂതന്റെ കയ്യിൽ കൊടുത്ത കത്തിന്റെ ഉള്ളടക്കം ഇന്നതാണ്. മുസ്ലിമീങ്ങൾ ഒരു രാജ്യം കൈയടക്കുമ്പോ ആദ്യമായി അവരോട് ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കണം, മുസ്ലിമീങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. അത് സ്വീകരിക്കാൻ അവരെ സന്നദ്ധമല്ലെങ്കിൽ മുസ്ലിം ഭരണത്തിന്റെ കീഴിൽ എല്ലാവിധ സംരക്ഷണവും സെക്യൂരിറ്റിയും അനുഭവിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ടാക്സ് കൊടുത്ത്, ജിസിയ കൊടുത്ത് ജീവിക്കാൻ അവർക്ക് അവസരം കൊടുക്കണം. അതിനും അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ അപ്പോഴാണ് യുദ്ധം തുടങ്ങേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഞങ്ങൾ സമർഖന്ദുകാരോട് ഖുതൈബ റളിയല്ലാഹു അൻഹു തന്നിട്ടില്ല. അവര് ഇരച്ചു കയറുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തന്നിട്ടില്ല, ഞങ്ങളോട് ജിസിയ തരാൻ പറ്റുമോ എന്ന ഓപ്ഷൻ ഞങ്ങൾക്കൊരു ചോയ്സ് തന്നിട്ടില്ല. നേരെ അവർ യുദ്ധം ചെയ്തു, ഞങ്ങൾ തോൽക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ നീതി വേണം എന്ന് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്തുമായി ഒരു ക്രിസ്ത്യാനി
ഷാമിലേക്ക് യാത്ര തിരിക്കുന്നു. ആഴ്ചകൾ നീണ്ട യാത്രക്കൊടുവിൽ അദ്ദേഹം ഷാമിലെത്തി. അവിടെ എത്തിയപ്പോ വളരെ മനോഹരമായ ഒരു പള്ളി കണ്ടു. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, അതായിരിക്കും ആ നാട്ടിലെ ഏറ്റവും വലിയ വീടാണത്, ഏറ്റവും വലിയ കെട്ടിടമാണത്, ഇതായിരിക്കും ഇവിടുത്തെ ഗവർണറുടെ വീട് എന്ന് അദ്ദേഹം വിചാരിച്ചു. അങ്ങനെ ആളുകളോട് ചോദിച്ചു, അഹാദ ബൈത്തുൽ ഖലീഫ, ഇതാണോ നിങ്ങളുടെ ഖലീഫയുടെ വീട്? ഇത് നിങ്ങളുടെ ഖലീഫയുടെ വീടാണോ എന്ന് ചോദിച്ചു. ആളുകൾ പറഞ്ഞു, ഹാദ മസ്ജിദ്, ഇത് അല്ലാഹുവിന്റെ ഭവനമാണ്, ഇത് പള്ളിയാണ്, നിസ്കരിക്കുന്ന ഇടമാണ്. അപ്പോ ഇയാളെ ചോദിച്ചു, എന്താണ് മസ്ജിദ്? മറുപടി കൊടുത്തു, മസ്ജിദ് ആരാധനാലയമാണ്, സ്രഷ്ടാവായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഇടമാണ്. നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിസ്കരിക്കാൻ അറിയില്ലല്ലോ. നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടോ? ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും എനിക്ക് ഇസ്ലാം അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അദ്ദേഹത്തിന് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു, ഞാൻ വന്നത് നിങ്ങളുടെ ഭരണാധികാരിയെ കാണാനാണ്, അദ്ദേഹത്തിന്റെ വീടൊന്ന് കാണിച്ചു തരുമോ? പറഞ്ഞു, നിങ്ങൾ ഈ വഴിക്ക് നേരെ നടന്നു പോയാൽ ഒരു മണ്ണിന്റെ വീട് കാണും, ആ കൂരയാണ് ഞങ്ങളുടെ ഖലീഫയുടെ വീട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തമാശ പറയാണോ? അല്ല, ഞങ്ങൾ കാര്യമായിട്ടായി പറയുന്നത്. അദ്ദേഹം നടന്ന് അവർ പറഞ്ഞ പോലെ ഒരു കളിമണ്ണിന്റെ വീട് കണ്ടു. ആ വീടിന് മുന്നിൽ ആ വീട്ടുകാരനും തന്റെ ഭാര്യയും ചുമരുകൾ മണ്ണുകൊണ്ട് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം വീണ്ടും തിരിച്ചുപോയി. തനിക്ക് വഴി പറഞ്ഞു തന്ന ആളുകളോട് ഒന്നുകൂടെ ചോദിച്ചു, അല്ല, നിങ്ങൾ പറഞ്ഞു തന്നത് ഖലീഫയുടെ വീട് തന്നെയാണോ? തീർച്ചയായും. അപ്പൊ ആ കളിമണ്ണ്, അതെ, അദ്ദേഹം തന്നെ ആയിരിക്കണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ. അവിടെ ചെന്നു അദ്ദേഹത്തോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അത് തന്നെയായിരുന്നു മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹത്തെ കണ്ടപ്പോ തന്റെ ഭാര്യ വീടിനകത്തേക്ക് ചെല്ലുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിച്ചു, എന്താണ് കാര്യം? കത്ത് കൊടുത്തു. കത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരു പേപ്പറിൽ, ഒരു കടലാസിന്റെ കഷ്ണത്തിൽ എന്തൊക്കെയോ കുറിച്ചു കൊടുത്തു. പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇത് അവിടുത്തെ മുസ്ലിം ഭരണാധികാരിയുടെ, വാലിയുടെ, ഗവർണറുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം തന്നെ അനുഭവം പറയാണ്, ഞാൻ ആ കത്ത് തിരിച്ചു കിട്ടിയപ്പോ വലിയ ഒരു പ്രശ്നം, എന്റെ രാജ്യത്തിന്റെ ഒരു പ്രശ്നം അവതരിപ്പിക്കാൻ വന്നതാണ്. ഞങ്ങൾ നീതി നിഷേധിക്കപ്പെട്ട ആളുകളാണ്, ഞങ്ങൾക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെടാൻ അവിടുത്തെ ഒരു സമൂഹം എന്നെ പ്രതിനിധിയായി അയച്ചിരിക്കുകയാണ്. അങ്ങനത്തെ എനിക്ക് ഒരു കടലാസിന്റെ കഷ്ണം തന്ന് അത് പിച്ചി ചീന്തിയാലോ വലിച്ചെറിഞ്ഞാലോ എന്നെന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എന്നെ ഒരു കൂട്ടം ആളുകൾ കാത്തിരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ആ കടലാസും എടുത്ത് സമർഖന്ദിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അവിടെ ചെന്നപ്പോ വാലിക്ക് കൊടുത്തു, ഗവർണർക്ക് കൊടുത്തു. അദ്ദേഹം അത് നോക്കിയിട്ട് ഉടനടി അതിന്റെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. അതിന്റെ ഉള്ളടക്കം ഇന്നതായിരുന്നു. ഇത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചതാണ്. അദ്ദേഹം ഈ കത്ത് സ്വീകരിക്കുന്ന സമയം, പരാതി സ്വീകരിക്കുമ്പോൾ പറഞ്ഞു, ഇത്മഇൻ വഹ്ദഅ ബാലൻ ഫഇന്നൽ ഇസ്ലാം ലാ യഅരിഫു ഗൈറൽ അദ്ൽ. നീ സമാധാനിച്ചിരിക്കണം, ഇസ്ലാം നീതിയല്ലാതെ മറ്റൊന്നുമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല എന്ന സമാധാന വാക്കും ഈ കടലാസിന്റെ കഷ്ണവുമാണ്. അതിനകത്തുള്ളത്, നിങ്ങൾ ഒരു ഖാദിയെ നിയമിക്കണം, ഒരു മുസ്ലിം ജഡ്ജിനെ നിയമിക്കണം, ആ ജഡ്ജ് ഈ വിഷയം പരിഹരിക്കണം, കോടതി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് മാത്രമാണ്. ഉടനെ തന്നെ ഒരു ഖാദിയെ നിയമിച്ചു. ആ ഖാദി വിഷയത്തിൽ ഇടപെടുകയാണ്. അദ്ദേഹം ചോദിച്ചു, പരാതിക്കാരൻ ആരാണ്? അപ്പൊ അവിടുത്തെ ഒരു പാട്രിയാർക്കീസ് തന്നെയാണ് വന്നത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട് നിങ്ങളുടെ അനുയായികൾ മുസ്ലിമീങ്ങൾ കടന്നാക്രമിച്ചു, ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തന്നിട്ടില്ല, ടാക്സ് ജിസിയെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല, നേരെ യുദ്ധമാണ് ഉണ്ടായത്. ഇങ്ങനെയാണോ നിങ്ങൾ രാജ്യങ്ങൾ കൈയടക്കാറുള്ളത്? ഖാദി ചോദിച്ചു മുസ്ലിം നേതാവിനോട്, സൈന്യാധിപനോട്, ഇതാണോ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, അസ്ലഹല്ലാഹുൽ ഖാദി, ഖാദി ജഡ്ജിനെ അറിയാമല്ലോ, ഇന്നൽ ഹർബ ഖിദ്അ, ഈ യുദ്ധം എന്ന് പറയുന്നത് ഒരു തരം തന്ത്രമാണ്. ഈ രാജ്യത്തേക്ക്, സമർഖന്ദിലേക്ക് കടക്കാൻ ഞങ്ങൾ ഒറ്റക്ക് മാർച്ച് ചെയ്ത് കടന്നു വരികയല്ലാതെ മറ്റൊരു വഴി ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്തത്.
അപ്പോ ഖാദി ചോദിച്ചു, നിങ്ങൾ ഈ 3 ഓപ്ഷൻ ഈ നാട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ലാ യാ അയ്യുഹൽ ഖാദി, ഇല്ല, ഞങ്ങളത് ചെയ്തിട്ടില്ല. ആ സമയത്താണ് ലോകം കണ്ട ഏറ്റവും അത്ഭുതകരമായ ഒരു വിധി അവിടെ പുറപ്പെടുവിക്കുന്നത്. ജഡ്ജി പറഞ്ഞു, മുസ്ലിം സൈന്യത്തോടൊന്നടങ്കം സമർഖന്ദിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ഞാൻ വിധിക്കുകയാണ്. ഈ രാജ്യം നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല, നിങ്ങൾ ഇവിടെ കയറിക്കൂടിയത് ന്യായവുമല്ല. അതുകൊണ്ട് ഖദ് ഹകംതു അലാ ജയ്ഷിൽ മുസ്ലിമീൻ ബിഅൻ യഖ്റുജ മിൻ സമർഖന്ദ് വയുസ്ലിമൽ ബിലാദ ഇലാ അഹ്ലിഹാ. സമർഖന്ദിൽ നിന്ന് മുസ്ലിം സൈന്യം ഇറങ്ങിപ്പോവണം, ഈ രാജ്യം ക്രിസ്ത്യാനികൾക്ക് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്യണം എന്ന് ഞാൻ വിധിക്കുകയാണ്. എന്നിട്ട് ഇവർക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയോ ജിസയെ സംബന്ധിച്ച് പറയുകയോ ചെയ്ത് അവസാനത്തെ തീരുമാനം നിങ്ങൾക്ക് യുദ്ധമാവാം, ഇപ്പോൾ നിങ്ങൾ ഇറങ്ങിവിടണം, ഇറങ്ങിപ്പോവണം എന്ന് പറഞ്ഞപ്പോ ലോകത്ത് ഏറ്റവും വലിയ ഒരു അത്ഭുതം സംഭവിച്ച ഒരു വിധി പ്രഖ്യാപനമായിരുന്നത് മുസ്ലിമീങ്ങൾ ഒന്നൊന്നായി സമർഖന്ദിൽ നിന്ന് താഴിറങ്ങുകയാണ്. ഈ വിധി നടക്കുമ്പോൾ മഹാനായ ഖുതൈബ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പില്ലായിരുന്നു, അദ്ദേഹം വഫാത്തായിരുന്നു. മുസ്ലിമീങ്ങൾ സമർഖന്ദ് ഇറങ്ങി വരുന്നു, ഒരു രാജ്യം ഇറങ്ങിക്കൊടുക്കുകയാണ്, ഒരു രാജ്യം വിട്ടുകൊടുക്കുകയാണ്. മുസ്ലിമീങ്ങൾ ഒന്നാകെ സമർഖന്ദിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അവര് മനസ്സിലാക്കുന്നത്, ഇത്രയും മനോഹരമാണോ ഇസ്ലാം, ഇത്രയും നീതിയുക്തമാണോ ഇസ്ലാം? ഒരു രാജ്യം കയ്യിൽ കിട്ടിയതിന്റെ ശേഷം അവരുടെ തന്നെ ഖാലി അവർക്കെതിരായി വിധി പറയുന്നു, ഈ രാജ്യം നിങ്ങൾ വിട്ടുകൊടുക്കണം, മുഴുവൻ ആളുകൾ ഇറങ്ങിപ്പോരുകയാണ്. ആ വിധിന്യായം കേട്ടതിന്റെ ശേഷമാണ് സമർഖന്ദുകാരിൽ 80% ആളുകൾ മുസ്ലിമീങ്ങളാകുന്നതും ഈ സൈന്യത്തോട് തന്നെ രാജ്യത്തേക്ക് കടന്നു വരാൻ പറയുന്നത്. ഒരു യുദ്ധം വേണ്ടി വന്നില്ല, ജിസിയ ചോദിക്കേണ്ടി വന്നില്ല, അവർക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കുകയേ വേണ്ടി വന്നു. ഇസ്ലാം അവർ സ്വീകരിച്ചു. രണ്ടാമത് സമർഖന്ദിലേക്ക് തിരിച്ചു വരുന്നു മുസ്ലിമീങ്ങൾ, യുദ്ധം ചെയ്തുകൊണ്ടല്ല, സഹോദരങ്ങളായി, മുസ്ലിം സഹോദരങ്ങളായി. ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാം അഭയമാണ് എന്ന ഒരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇസ്ലാമിക ചരിത്രത്തിന്റെ സുവർണത്താളുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ തീർത്തും വിഭിന്നമായ വളരെ അത്ഭുതകരമായ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു രാജ്യത്തിന്റെ സുരക്ഷയും ഒരു രാജ്യത്തിന്റെ നീതിയും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എത്ര ഗൗരവമുള്ളതാണെന്ന് മഹാനായ ഖുതൈബ റളിയല്ലാഹു അൻഹു കയറി ചെന്ന ഈ സമർഖന്ദിന്റെ സംഭവം നമുക്ക് വിവരിച്ചു തരികയാണ്. മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇന്നത്തെ ഹോട്ട് ടോപ്പിക്കാണ്. വളരെ ചൂടുപിടിച്ച, എല്ലാ മാധ്യമങ്ങളും വളരെ ശ്രദ്ധയോടുകൂടെ ഷരീഫ് സൂചിപ്പിച്ച പോലെ ചെറുകഥകളാണെങ്കിലും ഫിക്ഷൻ ആണെങ്കിലും നോവലുകളാണെങ്കിലും മുസ്ലിം ഇതിവൃത്തമാകുമ്പോൾ അതിനെന്തെന്നില്ലാത്ത ഒരു രസവും ഒരു തരത്തിലുള്ള കൗതുകവും തോന്നിത്തുടങ്ങുന്ന കാലം, പരിഹാസത്തിന്റെയും ആക്ഷേപത്തിന്റെയും ഒരുപാട് കമന്റുകൾ മുസ്ലിം പക്ഷത്തിനെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്കെതിരെ സൈബർ ലോകത്തും അതുപോലെ തന്നെ ധൈഷണിക ലോകത്ത് ഇസ്ലാമിനെ വളരെ പച്ചയിൽ പിച്ചു ചീന്തുന്ന ഒരു ധൈര്യപ്പെടലുകൾ, ഇടപെടലുകൾ നമുക്കിന്ന് ലോകത്ത് കാണാൻ കഴിയുന്നു. ഇതിനിടയിൽ വിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഇസ്ലാമിന്റെ നീതിയും ഇസ്ലാം കരുണയും അഭയവുമാണ്, സമാധാനമാണ് എന്ന ആ ഒരു വലിയൊരു ആശയം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ പിന്മുറക്കാരായ ഭരണാധികാരികളും ലോകത്ത് സമർപ്പിച്ചതിന്റെ ചില ചിത്രങ്ങൾ അനാവരണം ചെയ്യുകയാണ് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഒരൽപ്പസമയം നമ്മൾ ചെയ്യുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുകയാണ്, മുസ്ലിം ഭരണം ഏറ്റെടുക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ ആദ്യമായി ചെയ്ത പ്രഭാഷണം, യാ അയ്യുഹന്നാസ് ഇന്നി ഖദ് വല്ലിതു അലൈക്കും വലസ്തു ബിഖൈരിക്കും, ജനങ്ങളെ, നിങ്ങളുടെ അധികാരം എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, ഞാൻ നിങ്ങളിൽ ഉത്തമനല്ല, ഞാൻ നിങ്ങളിൽ ഖൈറായ ആളല്ല. ഫഇൻ അഹ്സൻത് ഫഅതിഊനി, ഞാൻ ചെയ്യുന്നത് നന്മയാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം. വഇൻ അസഅതു ഫഖവ്വിമൂനി, ഞാൻ ചെയ്യുന്നത് തിന്മയാണെങ്കിൽ എന്നെ തിരുത്തി തരണം. അൽ ഖവിയ്യു ഫീകും ദഈഫ് ഹത്താ ആഖുദൽ ഹഖ മിൻ, നിങ്ങളിലെ അതിശക്തമാൻ, അതിശക്തിയുള്ള ആൾ, ശക്തിമാൻ എന്റെ അടുത്ത് ദുർബലനാണ്, ആ ശക്തിമാനിൽ നിന്ന് അവകാശം ഞാൻ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. വദ്ദഈഫു ഫീകും ഖവി ഹത്താ ആഖുദ ലഹുൽ ഹഖ്, നിങ്ങളിലെ ദുർബലരായ ആളുകൾ സുശക്തരാണ്, അവർക്ക് വേണ്ടി ഞാൻ ഇടപെടുന്ന ആളാണ്,
അത്വഇഉനി മാ അത്അതുല്ലാഹ വറസൂലഹ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഞാൻ അനുസരിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്നെ അനുസരിക്കണമേ. ഫഇൻ അസൈതുല്ലാഹ വറസൂലഹ ഫലാ ത്വാഅത ലി അലൈക്കും, ഞാൻ അല്ലാഹുവിനും അവന്റെ റസൂലിനും വിരുദ്ധമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് അനുസരിക്കേണ്ടതില്ല എന്ന വലിയൊരു പ്രഖ്യാപനം ചെയ്തുകൊണ്ടാണ് ഖലീഫത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധിയായ മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക ഭരണം ഏറ്റെടുക്കുന്നത്. നീതിയല്ലാതെ ദ അൾട്ടിമേറ്റ് ജസ്റ്റിസ്, അങ്ങേയറ്റത്തെ ഏതറ്റം വരേക്കും പോകാൻ കഴിയുന്ന വളരെ മനോഹരമായ നീതിബദ്ധമായ ഇടപെടലുകളല്ലാതെ ഇസ്ലാമിന് ലോകത്ത് ചെയ്യാനില്ല. ഭരണീയനും ഭരണാധികാരിയും പാവപ്പെട്ടവനും അമീറും മഅ്മൂറും ഒരുപോലെയാണ് എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ പ്രഖ്യാപനത്തിൽ കാണാൻ കഴിയും. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോ അദ്ദേഹത്തിന്റെ മുൻഗാമികളായ ഭരണാധികാരികൾ ഒരുപാട് ദുൽമ് ചെയ്തവരായിരുന്നു, അക്രമം ചെയ്ത ആളുകളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അലാ മൻ കാനത ലഹു മദ്ലമ ഫൽയർഫഅഹാ ഇലാ അമീരിൽ മുഅ്മിനീൻ, നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും അന്യായം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നീതി നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് അമീറുൽ മുഅ്മിനീനെ ബോധിപ്പിക്കണം എന്ന ആദ്യത്തെ പ്രഖ്യാപനം മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഒരാൾ കടന്നു വരുന്നു. ആ സമയം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മുമ്പിൽ അബ്ബാസ് ഇബ്നുൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന ഖലീഫയുടെ തന്റെ മുൻഗാമിയായ ഖലീഫയുടെ മകൻ അബ്ബാസ് ഇബ്നുൽ വലീദ് ഉണ്ട്. ഇരിക്കുമ്പോഴാണ് ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ, അദ്ദേഹം ഹിംസുകാരനാണ്. അദ്ദേഹം വരുന്നു. അദ്ദേഹത്തിന്റെ തലയുമൊക്കെ നരച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ അസ്അലുക ബികിതാബില്ലാഹി അസ്സ വജൽ, അമീറുൽ മുഅ്മിനീൻ, അല്ലാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം എന്താണോ പറയുന്നത് അത് നിങ്ങൾ എനിക്ക് മേടിച്ചു തരണം. അപ്പൊ ചോദിച്ചു, എന്തു പറ്റി? നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ രാജാവിന്റെ പുത്രൻ, അന്നത്തെ പ്രിൻസ് അബ്ബാസ് ഇബ്നുൽ വലീദ് എന്റെ ഭൂമി കൈപ്പറ്റിയിട്ടുണ്ട്. അബ്ബാസിനോട് ചോദിച്ചു, അബ്ബാസ്, അദ്ദേഹം പറയുന്നത് ശരിയാണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ്. അപ്പോ അബ്ബാസ് ഇബ്നുൽ വലീദ് പറഞ്ഞു, അത് എന്റെ വാപ്പ അബ്ബാസ്, എന്റെ വാപ്പ വലീദ് ഇബ്നു അബ്ദുൽ മലിക് എനിക്ക് എഴുതി തന്നതാണ്. അത് എന്റെ ഉടമസ്ഥാവകാശമാണ്. അതിന്റെ ഒരു കിതാബ്, അതിന്റെ ഒരു രേഖ എന്റെ കയ്യിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലാ യാ അമീറുൽ മുഅ്മിനീൻ അസ്അലുക ബികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനെ മുൻനിർത്തി ചോദിക്കട്ടെ, നിങ്ങൾ എനിക്ക് എന്റെ ന്യായം, എനിക്ക് എന്റെ ഹഖ്, എന്റെ നീതി നിങ്ങൾ വാങ്ങിച്ചു തരണം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ബാസേ, കിതാബുല്ലാഹി അഹഖു അൻ യുത്തബ മിൻ കിതാബിൽ വലീദ്, വലീദ് എന്ന നിങ്ങളുടെ വാപ്പയുടെ കിതാബിനേക്കാളും അള്ളാഹുവിന്റെ കിതാബാണ് പിൻപറ്റപ്പെടേണ്ടത്. ഈ മനുഷ്യന്റെ ഭൂമി അയാൾക്ക് തിരിച്ചു കൊടുത്തേക്കണം. ആ ചോദിച്ചു വന്നത് വൃദ്ധനായ, താടിയും തലയുമൊക്കെ നരബാധിച്ച വൃദ്ധനായ സാധുവായ ഒരു ക്രിസ്ത്യാനിയായിരുന്നു, ഹിംസുകാരൻ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിക ഭരണം നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ആലോചിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ ഇടപെടൽ സ്വന്തം രാജകുടുംബത്തിൽ നിന്നും അന്യായമായി പിടിച്ചുപറ്റിയത് മുഴുവനും അതതിന്റെ അവകാശികൾക്ക് മുസ്ലിമെന്നോ ജാതിയോ മതമോ നോക്കാതെ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കലാണ്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, നിങ്ങൾക്കൊരു സമൂഹത്തോട് വിദ്വേഷമോ അതല്ലെങ്കിൽ വെറുപ്പോ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും അവർക്ക് ലഭ്യമാവേണ്ട നീതി നിങ്ങൾ നിഷേധിക്കല്ലേ എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് തിരിച്ചു വരുന്ന സമയം, അന്ന് മസ്ജിദുൽ അഖ്സായുടെ താക്കോല് വാങ്ങി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായുടെ സന്ദർശനം കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോ ഒരു വൃദ്ധയായ ഉമ്മ ഒരു ടെന്റിനകത്തുണ്ട്, ഒരു ചെറിയ കൂടാരം. ആ ഉമ്മയോട് ചോദിച്ചു, മാ ഫഅല ഉമർ, എന്താണ് ഉമറിന്റെ കാര്യം, ഉമറിന്റെ വർത്തമാനം എന്താണ്? അദ്ദേഹം ആ സ്ത്രീ പറഞ്ഞു, അഖ്ബല മിന ശാമി സാലിമ, ഷാമിൽ നിന്ന് ഒരു കുഴപ്പമില്ലാതെ ആള് തിരിച്ചെത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. മാ തഖൂലീന ഫീഹ്, ഉമറിനെ കുറിച്ച് ഉമ്മ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭരണാധികാരം നടക്കുന്ന പ്രദേശത്ത് ഇസ്ലാമിക ഭരണത്തെക്കുറിച്ച് ഒരു സാധാരണക്കാരന്റെ വിലയിരുത്തൽ എന്താണെന്ന് അറിയാനാണ്.
ഭരണാധികാരികൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒരിക്കൽ ചോദിച്ച് പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒരിക്കൽ ഒരു ആറാബിയെ കണ്ടു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതാണ്. ആറാബിയോട് ചോദിച്ചു, മാദാ തഖൂലു ഫീ ഇബ്നു യൂസുഫ്, ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? പറഞ്ഞു, ളലൂമുൻ, കടത്തക്രമിയാണ്, ഖത്താലുൻ, ഒരുപാട് മനുഷ്യന്മാരെ പിടിച്ച് കൊല്ലുന്ന മനുഷ്യനാണ്, എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പാണ്. എന്നിട്ട് പറഞ്ഞു തുടങ്ങിയപ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കൂടെയുള്ള ആളുകളൊക്കെ വിറച്ചുപോയി. കാരണം ഈ മനുഷ്യന്റെ കഥ കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചു. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചോദിച്ചു, ഞാൻ ആരാ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ഹജ്ജാജ് ഇബ്നു യൂസുഫാണ്. ഞാൻ ആരാ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചു ഹജ്ജാജിനോട്. ഇല്ല, അന മജ്നൂനു ഹാദിഹിൽ ഖറയ, ഈ നാട്ടിലെ പേരുകേട്ട ഭ്രാന്തനാണ് ഞാൻ എന്ന് പറഞ്ഞു. ഭരണാധികാരികൾ സാധാരണക്കാരുമായി ഇടപെടുമ്പോഴാണ് ഭരണത്തിന്റെ സത്യാവസ്ഥകൾ തിരിച്ചറിയുന്നത്. ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ ചില ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് ചാനലുകാർ ഓരോരുത്തരുടെയും ചില മൊഴിയെടുക്കാറുണ്ട്, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് പൊതുജനസമൂഹത്തിന്റെ ചിന്തയുടെ ഒരു നഖചിത്രമാണ്. നമ്മുടെ സർവേകളൊക്കെ വിജയിക്കുന്നത് അങ്ങനെയാണല്ലോ, അതിന്റെ ഫലം കാണുന്നത് അങ്ങനെയാണ്. പൊതുസമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ ചിലപ്പോ ഒന്ന് രണ്ടാളുകളുടെ നാവിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഉമ്മ, ഉമറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മാദാ തഖൂലീന ഫീ? പറഞ്ഞു, ചെറുപ്പക്കാരാ, ലാ ജസാഹുല്ലാഹു അന്നി ഖൈറ, ഉമറിന് ഒരു നന്മയും വരാതിരിക്കട്ടെ. എന്തേന്ന് ചോദിച്ചു. അദ്ദേഹം മുസ്ലിമായതിന്റെ ശേഷം ഒരു ദീനാറോ ദിർഹമോ എനിക്ക് തന്നിട്ടില്ലല്ലോ. ഒരു ഉമ്മയുടെ പരാതി പറയാൻ, അദ്ദേഹം ഭരണാധികാരം ഏറ്റെടുത്തിട്ട് ഒരു ദീനാറോ ദിർഹമോ എന്റെ കയ്യിൽ തന്നിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാ അയാൾക്ക് നന്മയ്ക്ക് വേണ്ടി ദുആയിരക്കുന്നത്? ലാ ജസാഹുല്ലാഹു അന്നി ഖൈറ, ഉമറിന് ഒരു ഗുണവും കിട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, പെണ്ണിനെ അറിയില്ലല്ലോ ഇത് ഉമർ തങ്ങളാണെന്ന്. ഉമർ തങ്ങൾ ചോദിച്ചു, അല്ല ഉമ്മ, നിങ്ങളെപ്പറ്റി ഉമറിന് അറിയില്ലാത്തത് കൊണ്ടായിരിക്കും. നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുകയാണെന്ന് ഉമർ എന്നവർ എങ്ങനെ അറിഞ്ഞിരിക്കും? അതുകൊണ്ട് ഉമറിന് നിങ്ങൾ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് ശരിയല്ലല്ലോ, അദ്ദേഹം അറിഞ്ഞു കാണില്ലല്ലോ. അപ്പോ ഈ സ്ത്രീ പറയാണ്, സുബ്ഹാനല്ലാഹ്, എന്റെ അത്ഭുതം ഇതല്ല. ഒരു സമൂഹത്തിന്റെ ഭരണം ഒരാൾ ഏറ്റെടുത്തിട്ട് ലാ യദ്രി മാ ബൈന മശ്രിഖിഹാ വ മഗ്രിബിഹാ, ആ രാജ്യത്തിന്റെ ആളുകളെ സംബന്ധിച്ച് ആ പ്രദേശത്തിന്റെ കിഴക്കും പടിഞ്ഞാറും ആ ഭരണാധികാരിക്ക് അറിയില്ലാന്നോ? ഇങ്ങനെയുണ്ടോ ഭരണാധികാരികൾ? എന്നെ പറ്റിയൊക്കെ അയാൾ അറിയേണ്ടതല്ലേ എന്നാ ഈ പെണ്ണിന്റെ ഭാവം. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുപോയി എന്നാണ്. അവർ വാ ഉമറാ, ആ ഉമ്മയെ കാണാതെ പുറത്തു ചെന്നിട്ട് പറഞ്ഞു, വാ ഉമറാ, ഉമറേ, ഉമറേ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. കുല്ലുന്നാസി അഫ്ഖഹു മിൻക യാ ഉമർ ഹത്തൽ അജായിസ്, ഉമറേ, ഈ സമൂഹത്തിലെ പാവപ്പെട്ട വൃദ്ധകളായ ഉമ്മമാർ പോലും ഉമറേ നിന്നെക്കാളും കാര്യം മനസ്സിലാക്കിയല്ലോ. യാ അമത്തല്ലാഹ്, അവർ ചെന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു, അല്ല ഉമ്മ, ഉമർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തയിടം മുതൽ ഇക്കാലം വരെ നിങ്ങൾക്ക് ഒന്നും തന്നില്ല എന്ന് പറഞ്ഞില്ലേ? അത് ഉമർ തങ്ങൾ നിങ്ങളോട് ചെയ്ത അനീതിയാണെന്നും നിങ്ങൾ വിചാരിക്കുന്നു. നാളെ അല്ലാഹു തആല ഉമറിനെ വിചാരണ ചെയ്യുകയും ഉമർ റളിയല്ലാഹു അൻഹു നരകത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കട്ടെയോ, നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടത്തിന് പകരം ഉമർ എന്നവർ എത്ര തന്നാൽ നിങ്ങൾ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കും? എത്രയാണ് തരേണ്ടത്? ഉമ്മ വിട്ടുകൊടുത്തില്ല. വീണ്ടും പിന്നെ ഉമർ തങ്ങൾ ചോദിച്ചു, എത്ര വേണം? നിങ്ങൾ പറഞ്ഞ സംഖ്യ ഞാൻ ഉമർ തങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു തരാം. ഇത് ഉമർ തങ്ങളാണ് ഈ പറയുന്നത് എന്ന ഉമ്മക്ക് അറിയില്ലല്ലോ. അങ്ങനെ അവസാനം ആ ഉമ്മ എഗ്രി ചെയ്തു. 25 സ്വർണ്ണ നാണയം, 25 ദീനാർ. 25 ദീനാർ, ശരി, എന്നാൽ 25 ദീനാർ ഉമറിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പൊരുത്തപ്പെടണം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റ്, നിങ്ങൾക്ക് ഒരു അക്രമം സംഭവിച്ചു പോയത്, അക്രമം എന്ന് പോലും പറഞ്ഞുകൂടാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രവിശാലമായ ലോകത്ത് ഒരു മുസ്ലിം ഉമ്മയെ കാണാതെ അറിയാതെ പോയതിന്റെ ആ ഒരു പാപഭാരം കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഉമറിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഉമ്മ 25 ദീനാർ ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു 25 ദീനാർ ഉമ്മാക്ക് കൈമാറുമ്പോഴാണ് സദസ്സിലേക്ക് കടന്നു വരുന്നു പ്രഗത്ഭരായ 2 സ്വഹാബിമാർ. ഒന്ന്
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മറ്റേത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും കടന്നു വന്നപ്പോ മഹാനായ ഉമർ തങ്ങളോട് രണ്ടുപേരും സലാം പറഞ്ഞത് ഇങ്ങനെയാണ്: അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ, അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ നേതാവായവരെ, അള്ളാഹുവിന്റെ കരുണ നിങ്ങൾക്കുണ്ടാകട്ടെ. കാരണം അമീറുൽ മുഅ്മിനീൻ എന്ന് വിളി കേട്ടപ്പോ മനസ്സിലായി ഇത് താൻ സംസാരിച്ചു കൊണ്ടിരുന്നത് ഭരണാധികാരിയോട് തന്നെയായിരുന്നു. ആ ഉമ്മ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു: വാസൗ അച്ഛാ, വാസൗ അച്ഛാ, ശതംതു അമീറൽ മുഅ്മിനീന ഫീ വജ്ഹി. എന്റെ കഷ്ടമേ, എന്റെ നാണമേ, എന്റെ അപമാനമേ, അമീറുൽ മുഅ്മിനീനെ മുഖത്ത് നോക്കിയാണല്ലോ ഞാൻ ഇത്രയും നേരം ചീത്ത പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഉമ്മ, നിങ്ങൾ വിഷമിക്കണ്ട, അത് സാരമില്ല, ലാ ബഅസ അലൈക്. നിങ്ങൾ ഒരു എഴുതാൻ ഒരു ചെറിയ കടലാസ് എനിക്ക് തരുമോ? ആ ഉമ്മ തപ്പി നോക്കി, അവിടെ ഒന്നും കിട്ടിയില്ല. ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിലുണ്ടായിരുന്നു ആ ഒരു കടലാസിന്റെ കഷ്ണത്തിൽ ഉമർ റളിയല്ലാഹു എഴുതി വെച്ചത് വളരെ മനോഹരമാണ്. ഉമർ തങ്ങൾ എഴുതി വെച്ചു: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണാനിധിയും കരുണാവാരിധിയുമായ സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ കുറിച്ചു വെക്കുന്നു. ഹാദാ മശ്തറാ ഉമർ മിൻ ഫുലാന ളലാമതഹാ മുൻദു വലിയൽ ഖിലാഫ. ഇസ്ലാമിന്റെ ഭരണകാലം ഏറ്റെടുത്ത മുതൽ ഈ സ്ത്രീയോട് ഉമർ തങ്ങൾ ചെയ്ത അന്യായം ഉമർ തങ്ങൾ പകരം കൊടുക്കുന്നതാണ് ഈ രേഖ. ഇലാ യൗമി കദാ, ഇന്നാലിന്ന ദിവസം വരേക്കും ബിഖംസത്തിൻ വഇശ്രീന ദീനാറ, 25 ദീനാർ ഈ ഉമ്മാക്ക് ഉമർ തങ്ങൾ ചെയ്ത, ഉമർ തങ്ങളിൽ നിന്ന് അനീതി ഉണ്ടായതിന്റെ പേരിൽ ആ അക്രമം ഉമർ റളിയല്ലാഹു തആല പൊരുത്തപ്പെടിച്ചതാണ് ഈ രേഖ. 25 ദീനാർ ഈ ഉമ്മാക്ക് ഉമർ തങ്ങൾ കൊടുക്കുന്നു. ഫമാ തദ്ദഇ അലൈഹി ഇൻദ വഖൂഫിഹി ഫിൽ മഹ്ശരി ബൈന യദയില്ലാഹ്. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ ഒരിക്കലും ഈ പെണ്ണ് ഉമർ തങ്ങളോട് ഇത് ചോദിക്കരുത്, എന്നെ ഉമർ തങ്ങൾ ആക്രമിച്ചു എന്ന് ഇനി മഹ്ശറയിൽ ഈ ഉമ്മ പറയരുത്. അതിന് ഉമർ തങ്ങൾ കൊടുക്കുന്ന 25 ദീനാറാണിത്. ഫഉമറു ബരീഉം മിൻ, കാരണം ഉമർ തങ്ങൾ ഇനി നിരപരാധിയാണ്. ഉമർ തങ്ങൾ അറിഞ്ഞപ്പോഴേക്കും കൊടുത്തല്ലോ. ഷഹീദ അലാ ദാലിക അലിയ്യുൻ വബ്നു മസ്ഊദ്, ഞാൻ ഈ ചെയ്തതിന് അലിയും ഇബ്നു മസ്ഊദും സാക്ഷികളാണ് എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു കടലാസിൽ എഴുതി വെച്ചു. സ്വന്തം പുത്രൻ, സ്വന്തം മകൻ അബ്ദുല്ലാഹി തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു: മോനെ അബ്ദുല്ലാഹ്, ഇദാ അന മിത്തു ഫജ്അൽഹാ ഫീ കഫനി അൽഖാ ബിഹാ റബ്ബി. മോനെ, എന്നെ മറവ് ചെയ്യുമ്പോ എന്റെ കഫംപുടയിൽ ഈ കടലാസിന്റെ കഷ്ണം മോൻ ചേർത്ത് വെക്കണം. ഞാൻ ഈ രേഖയുമായി എന്റെ രക്ഷിതാവിനെ നാളെ കണ്ടുമുട്ടാൻ വേണ്ടി എന്റെ ഖബറിൽ എന്റെ കഫംപുടയോട് ചേർന്ന് ഈ ഒരു കടലാസിന്റെ കഷ്ണം വേണം. ഈ ഉമ്മയോടും ഞാൻ അനീതി ചെയ്തിട്ടില്ല എന്ന് അള്ളാഹുവിന് സാക്ഷി നിന്ന, ഉമർ എന്നവരുടെ ചെയ്ത ഈ പണിക്ക് സാക്ഷി നിന്ന അലിയുൻ വബ്നു മസ്ഊദ്, അലി റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദിന്റെയും റളിയല്ലാഹു അൻഹും ജമീഅ ഇവരുടെ സാക്ഷ്യപത്രത്തോടു കൂടിയ ഈ കത്ത് ഉമറിന്റെ കഫംപുടയിൽ ഖിയാമത്ത് നാൾ വരേക്കും കടക്കണം. മോനെ, മോൻ മറന്നു പോവല്ലേ എന്ന് സ്വന്തം മകനെ ഏൽപ്പിച്ചുപോയ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇവിടെ നിന്നുകൊണ്ടാണ് ഇസ്ലാമിക ഭരണവും ഇസ്ലാമിക സംസ്കാരവും ഇസ്ലാമിന്റെ നിലപാടുകളും നീതിയും അഭയവും മനുഷ്യ നന്മയുമാണ് എന്ന് നമ്മൾ പറയുന്നത്. ഈ നന്മയും നീതിയും പഠിച്ചെടുത്തത് അഷ്റഫുൽ ഖൽഖിൽ നിന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് നീതി പഠിപ്പിക്കാൻ വന്ന, ഇല്ലം അഅദിൽ ഫമൻ യഅദിൽ, ഞാൻ നീതി ചെയ്തില്ലെങ്കിൽ ലോകത്ത് ആരാണ് നീതി ചെയ്യുക എന്ന് രോഷാകുലരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധം നടന്ന സമയത്ത് അവിടെ വിളിച്ചു പറഞ്ഞത്, സ്വഹാബത്തിന്റെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതിയുടെ പാഠം, നീതിയുടെ അന്ത്യപാഠം പഠിപ്പിച്ചത് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ കഴിയും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് ഇതുപോലെയുള്ള വലിയ വലിയ മാതൃകകൾ ലോകത്ത് ചെയ്തു വെച്ചത്.